അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025 ക്രിപ്റ്റോ കറൻസി അധിഷ്ഠിത ഇടപാടുകളിലൂടെ മാത്രം ഏകദേശം $1.2 ബില്യൺ അതായത് ശതകോടികൾ വരുമാനം സ്വന്തമാക്കിയതായി US ഓഫീസ് ഓഫ് ഗവൺമെന്റ് എത്തിക്സ് ചൊവ്വാഴ്ച പുറത്തുവിട്ട സാമ്പത്തിക വെളിപ്പെടുത്തൽ രേഖകളിലൂടെ വ്യക്തമാകുന്നു. 1978 US നിയമപ്രകാരം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തങ്ങളുടെ വരുമാനവും ആസ്തികളും സാമ്പത്തിക താൽപ്പര്യങ്ങളും പരസ്യമാക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട ട്രംപിന്റെ ഏറ്റവും പുതിയ സാമ്പത്തിക വിവരങ്ങളുടെ ഫയലിംഗിന് 900-ലധികം പേജുകളുടെ ദൈർഘ്യമുണ്ട്. ഈ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ട്രംപിന്റെ അതിശയിപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയുടെയും ക്രിപ്റ്റോ സാമ്രാജ്യത്വത്തിന്റെയും വിവരങ്ങൾ ലോകമറിയുന്നത്. സാമ്പത്തിക വെളിപ്പെടുത്തലുകൾ പ്രകാരം 2024 സെപ്റ്റംബറിൽ ട്രംപിന്റെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയോടെ ആരംഭിച്ച വേൾഡ് ലിബർട്ടി ഫിനാൻസ് അഥവാ WLF എന്ന ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമുമായുള്ള പങ്കാളിത്തത്തിലൂടെ മാത്രം ട്രംപിന് ഏകദേശം $550 മില്യൺ ലഭിച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ WLFI എന്ന ടോക്കണിന്റെ പ്രാരംഭ വിൽപ്പനയിലൂടെയാണ് $550 മില്യൺ സമാഹരിച്ചത്. ഇതിനു പുറമെ ട്രംപും അദ്ദേഹത്തിന്റെ 3 ആൺമക്കളും ചേർന്ന് ഡിഡി മാർക്സ് ഡിഫൈ എന്ന മധ്യവർത്തി കമ്പനി വഴി 22.5 ബില്യൺ WLFI ടോക്കണുകൾ അധികമായി സ്വന്തമാക്കിയതായും രേഖകളിൽ പറയുന്നു. ഈ ടോക്കണുകൾക്ക് നിലവിൽ വിപണിയിൽ ഏകദേശം $1.3 ബില്യൺ മൂല്യമുണ്ട്. തുടർന്ന് 2025 ഏപ്രിലിൽ വേൾഡ് ലിബർട്ടി ഫിനാൻസ് US മൂല്യത്തിന് തുല്യമായൊരു സ്റ്റേബിൾ കോയിനും ഡിജിറ്റൽ വിപണിയിലും അവതരിപ്പിച്ചിരുന്നു. 2025 ജനുവരിയിൽ ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് വിപണിയിലിറക്കിയ ഡോളർ ട്രംപ് എന്ന ക്രിപ്റ്റോ കറൻസിയുടെ ലൈസൻസിംഗ് കരാറിലൂടെ റോയൽറ്റിയായി മാത്രം $635 മില്യൺ ട്രംപിന് ലഭിച്ചതായും ഈ വെളിപ്പെടുത്തലിൽ വ്യക്തമാകുന്നു. തന്റെ ക്രിപ്റ്റോ കറൻസി സംരംഭങ്ങൾക്ക് പുറമെ ട്രംപ് സ്വന്തമാക്കിയ പരമ്പരാഗത വരുമാന സ്രോതസ്സുകളുടെ കണക്കുകളും ചെറുതല്ല. ഫ്ലോറിഡയിലെ വിഖ്യാതമായ മാർ-എ-ലാഗോ, ട്രംപ് നാഷണൽ ജോഡൽ, ട്രംപ് നാഷണൽ ബെഡ്മിൻസ്റ്റർ, ട്രംപ് നാഷണൽ ജുപിറ്റർ, ട്രംപ് നാഷണൽ വാഷിംഗ്ടൺ DC എന്നിവ ഉൾപ്പെടെയുള്ള തന്റെ ഗോൾഫ് ക്ലബ്ബുകളിൽ നിന്നും റിസോർട്ട് പ്രോപ്പർട്ടികളിൽ നിന്നും മാത്രം $290 മില്യൺ അധികം വരുമാനമാണ് ട്രംപ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമായ കോയിൻബേസ് ഉൾപ്പെടെയുള്ള പൊതുവ്യാപാരം നടത്തുന്ന ക്രിപ്റ്റോ കമ്പനികളിലെ നിക്ഷേപങ്ങളിലൂടെയും ട്രംപ് ദശലക്ഷക്കണക്കിന് സമ്പാദിച്ചിട്ടുണ്ട്. നിലവിൽ ട്രംപിന്റെ ഈ ആസ്തികളെല്ലാം അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ നിയന്ത്രിക്കുന്ന ഒരു ട്രസ്റ്റിന് കീഴിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ട്രസ്റ്റ് ഏത് സമയത്ത് വേണമെങ്കിലും റദ്ദാക്കാവുന്നതാണെന്നും ട്രംപിന്റെ 2ാമത്തെ പ്രസിഡന്റ് കാലാവധി അവസാനിച്ചതിന് ശേഷം ഈ ആസ്തികളുടെ നേരിട്ടുള്ള നിയന്ത്രണം ട്രംപിന് തന്നെ തിരികെ ലഭിക്കുമെന്നും ഫയലിംഗിൽ വ്യക്തമാക്കുന്നുണ്ട്. 2025 ട്രംപ് നടത്തിയ വൻതോതിലുള്ള ഓഹരി വാങ്ങലുകളുടെ വിശദാംശങ്ങളും സാമ്പത്തിക രേഖകളിൽ അടങ്ങിയിരിക്കുന്നു. ഓഗസ്റ്റ് 18 ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ എന്നീ മുൻനിര ആഗോള കമ്പനികളുടെ ഓഹരികൾ ട്രംപ് വാങ്ങിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ഇടപാടിന്റെ മൂല്യം $5 മില്യൺ $25 മില്യൺ ഇടയിലാണ്. US ഗവൺമെന്റിന്റെ എത്തിക്സ് ഡിസ്ക്ലോറേഷൻ നിയമങ്ങൾക്കനുസൃതമായി കൃത്യമായ തുകയ്ക്ക് പകരം ഒരു നിശ്ചിത പരിധിയിലാണ് ആസ്തികളുടെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സെപ്റ്റംബർ 23-ന് $5 ലക്ഷം $1 മില്യൺ ഇടയിൽ മൂല്യമുള്ള ആമസോൺ ഓഹരികളും ട്രംപ് സ്വന്തമാക്കിയിട്ടുണ്ട്. മാധ്യമ കമ്പനികളായ ABC, CBS, മെറ്റ, യൂട്യൂബ്, X എന്നിവയുൾപ്പെടെ നിയമപരമായ തർക്കങ്ങളും കേസുകളും ഒത്തുതീർപ്പാക്കിയതിലൂടെ $86 മില്യൺ അധികം തുക ട്രംപിന് ലഭിച്ചു. മറ്റ് ആസ്തികളുടെ പട്ടികയിൽ $5 ലക്ഷം $1 മില്യൺ ഇടയിൽ മൂല്യം വരുന്ന സ്വർണ്ണക്കട്ടികളുടെ നിക്ഷേപമുണ്ട്. പ്രധാനമായും കായിക മത്സരങ്ങളുടെ ടിക്കറ്റുകളുടെ രൂപത്തിൽ $3,70,000 അധികം മൂല്യമുള്ള സമ്മാനങ്ങളുണ്ട്. വൈവിധ്യമാർന്ന ലൈസൻസിംഗ്, പബ്ലിഷിംഗ് കരാറുകളിൽ നിന്നും വരുമാനമുണ്ട്. ട്രംപ് വാച്ചസ് ലൈസൻസിംഗ് കരാറിലൂടെ $4.7 മില്യൺ ദി ഗ്രീൻവുഡ് ബൈബിളുമായി ബന്ധപ്പെട്ട $20,84,086 ട്രംപ് സ്നീക്കേഴ്സ് ആൻഡ് ഫ്രാഗ്രൻസ് വഴിയും ഗിറ്റാറിലൂടെയും വളരെയധികം തുക ട്രംപ് സമ്പാദിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പുസ്തകങ്ങളായ ലെറ്റേഴ്സ് ടു ട്രംപ്, സേവ് അമേരിക്ക, എ മാഗ ജേർണി എന്നിവയിലൂടെ പ്രസിദ്ധീകരണത്തിനും വൻ തുക ലഭിച്ചു. 2020 ഡിസംബറിൽ ഫ്ലോറിഡയിലെ നേപ്പിൾസണിൽ നടന്നൊരു ഫണ്ട് ശേഖരണ പരിപാടിയിൽ പ്രസംഗിച്ചതിന് പ്രതിഫലമായി മാത്രം $2 ലക്ഷം വരുമാനവും ട്രംപ് രേഖകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്.